നമസ്കാരം. 2026 നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് നടക്കുകയാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ, കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇതിൽ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്ന് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം എന്നത് അസമാണ്. അസമിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താകും? അസമിൽ BJP നിലനിർത്തുമോ? കോൺഗ്രസിന് എന്തെങ്കിലും അവിടെ ചെയ്യാൻ കഴിയുമോ? കാരണം കോൺഗ്രസിൻ്റെ ഈറ്റില്ലമായിരുന്നു, കോൺഗ്രസിൻ്റെ ഉരുക്കു കോട്ടയായിരുന്നു ഒരു കാലത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. അസം മാത്രമല്ല, എല്ലാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും. പക്ഷേ 2014 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിന് പിന്നാലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും എന്ന പോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വലിയ മുന്നേറ്റം BJPക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ വടക്ക് കിഴക്കൻ മേഖലയ്ക്ക് നൽകിയ ഒരു പ്രത്യേക പ്രാധാന്യവും അതുപോലെ തന്നെ കരുതലുമാണ്. ഈ മേഖലയിൽ വലിയ രീതിയിൽ പണമൊഴുക്കുകയും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലും കേന്ദ്ര സർക്കാർ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ രീതിയിലുള്ള ഒരു വികസനം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു. അസം അടക്കമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കോൺഗ്രസ് കുടിയിറക്കപ്പെടുന്നു. BJP അവിടെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായി മാറുന്നു. കോൺഗ്രസിൽ നിന്നും പുറത്തുപോയ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ആ ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഇപ്പോൾ അസമിലെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം രാജ്യം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അസമിൽ മാത്രമല്ല, മറ്റ് മേഖലകൾ, മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം അറിയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. യോഗി ആദിത്യനാഥിനെ പോലെയും അതുപോലെ തന്നെ BJPയിലെ മറ്റ് മുഖ്യമന്ത്രിമാരെ പോലെയും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിലും കൂടി വലിയ രീതിയിൽ ആരാധകരുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ആ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു വലിയ തരംഗം തന്നെയാണ് ഇപ്പോഴും അസമിൽ അലയടിക്കുന്നത് എന്നതിൻ്റെ സൂചന ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ നാളുകളായി അസം തിരിച്ചു പിടിക്കും എന്ന് അവകാശപ്പെട്ടു കൊണ്ട് അസമിൽ ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹം അസമിൽ ക്യാമ്പ് ചെയ്ത് അവിടുത്തെ പ്രവർത്തകരെ കണ്ട് അവിടുത്തെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനമൊക്കെ ഒന്നുകൂടി പുനരുജ്ജീവിപ്പിച്ച് അവിടെ ഒരു യുവ നേതാവിനെ കോൺഗ്രസിൻ്റെ തലപ്പത്ത് കൊണ്ടുവച്ച് അങ്ങനെ കോൺഗ്രസിനെ അവിടെ പുനരുജ്ജീവിപ്പിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ശ്രമങ്ങളെല്ലാം പാഴായി പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അസം തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നതിൻ്റെ ഉത്തരം ഇപ്പോൾ വന്നു കഴിഞ്ഞു. അത് BJPക്ക് ഭരണ തുടർച്ച തന്നെയാകും അസമിൽ എന്നാണ്. മാത്രമല്ല, ഇവിടെ അസമിൻ്റെ ഒരു സ്വയംഭരണ കൗൺസിലായിട്ടുള്ള ബോഡോലാൻഡ് ടെറിട്ടോറിയൽ ഓട്ടോണമസ് കൗൺസിൽ എന്ന BTCയുടെ തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. 40 സീറ്റുകളുള്ള BTCയിൽ, ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിലിൽ 21 സീറ്റുകളും NDA നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. കേവല ഭൂരിപക്ഷം NDA നേടിയിരിക്കുന്നു. 19 സീറ്റുകൾ BPF എന്ന് പറയുന്ന ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് എന്ന മറ്റൊരു പ്രാദേശിക കക്ഷിക്ക് ലഭിക്കുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായിരുന്ന അസമിലെ ഒരു ഓട്ടോണമസ് കൗൺസിൽ BTCയിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 0 സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് എന്നതാണ്. അതായത് അസമിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ സാധിച്ചിട്ടില്ല. ഈ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ അസമിലെ 3 സ്വയംഭരണ കൗൺസിലുകളിൽ ഒന്നാണ്. അതായത് 5 ജില്ലകളിലോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്വയംഭരണ കൗൺസിലാണ്. ഏതാണ്ട് 26,69,396 വോട്ടർമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. ഈ സ്വയംഭരണ കൗൺസിലുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ തന്നെയാണ്. ഈ സ്വയംഭരണ കൗൺസിലുകൾക്ക് കുറച്ച് അധികാരങ്ങൾ കൂടുതലുണ്ട് എന്ന് മാത്രം. അസമിൻ്റെ ഒരു സംസ്കാരം, അസമിൻ്റെ ഒരു ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഗോത്രമേഖലകൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളും വ്യത്യസ്തമായ ജീവിത രീതികളുമൊക്കെ വച്ചു പുലർത്തുന്ന മറ്റ് ജനവിഭാഗങ്ങൾ, ഇവരെല്ലാം അധിവസിക്കുന്ന ഒരു മേഖലയാണ് ഈ അസം എന്ന് പറയുന്നത്. ആ അസമിൻ്റെ ഈ പറയുന്ന ജനവിഭാഗങ്ങളുടെ എല്ലാം ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന്, അവർക്ക് സ്വയംഭരണം ഉറപ്പുവരുത്തുന്നതിന് ഇത്തരത്തിലുള്ള സ്വയംഭരണ കൗൺസിലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൗൺസിലുകൾ, അതായത് ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ പ്രകാരം രൂപീകരിച്ചിട്ടുള്ള
തരത്തിലുള്ള 3 കൗൺസിലുകളാണ്. ദിമ ഹസാവോ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റ് കൗൺസിൽ, കർബി ആംഗ്ലോസ് ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റ് കൗൺസിൽ, അതോടൊപ്പം തന്നെ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ എന്നിങ്ങനെ 3 കൗൺസിലുകളാണ് ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ പ്രകാരം ഇവിടെ അസമിൽ രൂപീകരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ സംസ്ഥാന സർക്കാർ നിയമം മൂലം രൂപീകരിച്ചിട്ടുള്ള 10ഓളം ഓട്ടോണമസ് കൗൺസിലുകളുമുണ്ട്. ഇതാണ് അസമിലെ ഒരു തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അത് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ്. കാരണം ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. അസമിൻ്റെ വികസനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളാണിവ. മാത്രമല്ല കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകി അവിടെ വികസനം ഉറപ്പുവരുത്താനും സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ഓട്ടോണമസ് കൗൺസിലുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. 2003 ഒരു സമാധാന ഉടമ്പടി പ്രകാരമാണ് ഈ BTC രൂപീകരിക്കുന്നത്. ഈ BTCയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലായിട്ടാണ് എല്ലാവരും കാണുന്നത്. അസമിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു സെമി ഫൈനലായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇത് പക്ഷേ സെമി ഫൈനൽ മാത്രമല്ല, അത് ഒരു സംസ്ഥാനത്തിൻ്റെ സ്പന്ദനം അറിയാവുന്ന ഒരു അഭിപ്രായ സർവേ കണക്കെയാണ്. അഭിപ്രായ സർവേയിൽ 1000-ഓ 2000-ഓ സാമ്പിൾ സൈസ് മാത്രമേ കാണുകയുള്ളൂ. ഇവിടെ 26,000 പേരുടെ രാഷ്ട്രീയമായ ഒരു ചോദ്യചിഹ്നം അല്ലെങ്കിൽ രാഷ്ട്രീയ ചായ്വ് ആരോടൊപ്പമാണ് എന്ന ഒരു ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഫലം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ BJPക്ക് 40 സീറ്റുകളിൽ 20 സീറ്റുകളും സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് എന്ന് പറയുന്ന മറ്റൊരു പ്രാദേശിക കക്ഷിക്കാണ് മറ്റ് 19 സീറ്റുകളും. കോൺഗ്രസ് ഇവിടെ സംപൂജ്യരാകുന്നു എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനായി അസമിൻ്റെ ഭരണം തിരിച്ചു പിടിക്കും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് നടന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം അർത്ഥശൂന്യതയിലേക്ക് മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ലാതെ മാറിയിരിക്കുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതാണ്ട് 5 ജില്ലകളിലോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അവിടെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ഇവിടെ സംപൂജ്യരാകുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കഷ്ടകാലം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വീണ്ടും തുടരുകയാണ്. BJP അതേ പ്രതാപത്തോടു കൂടി തന്നെ അസമിൽ തുടർഭരണം നേടാനും സാധ്യതയുണ്ട് എന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.